ഇടുക്കി ജില്ലയിൽ മഴ കനത്ത് പെയ്യുന്നുണ്ട്, അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ടെന്നാണ് വിവരം. റെഡ് അലേർട്ട് അവിടെ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, ഇടുക്കിയിലെ സ്ഥിതി എന്താണ്? റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യം ഇടുക്കിയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു, ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. കാര്യമായ മഴ ഹൈറേഞ്ച് മേഖലയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ തൊടുപുഴയിൽ നേരിയ തോതിലുള്ള മഴ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് മഴയില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്, റെഡ് അലർട്ടാണ്. പക്ഷേ ഒരു ഭാഗത്തും കാര്യമായ മഴയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. ഈ കാണുന്ന പോലെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ്, ചാറ്റൽ മഴ പോലും പെയ്യുന്നില്ല. തൊടുപുഴയിൽ നേരിയ ചാറ്റൽ മഴയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തോട്ടം മേഖലയിലാണെങ്കിൽ പോലും ഈ ഉടുമ്പൻചോല ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാറ്റാണ്. ആ മേഖലയിൽ വലിയ കാറ്റും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം അതിനുവേണ്ട കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജലവിനോദം, അതുപോലെ തന്നെ സാഹസിക വിനോദം, അതുപോലെ തന്നെ ഓഫ് റോഡ് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നാളെ വരെ ആ നിരോധനം തുടരുകയും ചെയ്യുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമോ മഴ കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഇടുക്കി ജില്ലയിലില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴയില്ലാത്തതുകൊണ്ട് തന്നെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ മഴ മാറി നിൽക്കുന്നു, ശാന്തമായി നിൽക്കുന്നു. പക്ഷേ മൂന്നാർ മേഖലയിൽ ഒരു ജാഗ്രത അത് അനിവാര്യമാണ്. മഴ പെയ്താലും ഇല്ലെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത അവിടെ തുടരുകയാണ്. ഈ ഗ്യാപ്പ് റോഡ് മൂന്നാർ മുതൽ ദേവികുളം, അതുപോലെ തന്നെ ഈ ചിന്നക്കനാൽ വരെ ഭാഗത്തുള്ള ഈ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുന്ന ആളുകൾ കൃത്യമായ ജാഗ്രത പാലിക്കണം. അനാവശ്യമായിട്ട് ഈ റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല. അത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് ജില്ലാ ഭരണകൂടം നൽകുന്നു. ഇപ്പോൾ എന്തായാലും ഇടുക്കി ജില്ലയിൽ മഴയില്ല, മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിലും കാര്യമായ മഴ പെയ്തിട്ടില്ല. രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.